2023 ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേൽ നടത്തിയ സംഘർഷത്തിന്റെ ഫലമായി ഇസ്രായേൽ ഹമാസിനെ വേട്ടയാടുകയും എന്നാൽ അത് ഒരു വർഷമാകുമ്പോഴേക്ക് പരിപൂർണ വിജയം കണ്ടെത്താൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. അതേസമയം ആ യുദ്ധം ലെബനാനിലേക്ക് കൂടി വ്യാപിക്കുകയാണ്. ഒളിഞ്ഞും തെളിഞ്ഞും ഹിസ്ബുള്ളയും ഇസ്രായേലിനെതിരെ പലതരത്തിലുള്ള യുദ്ധങ്ങളും ചെറിയ രൂപത്തിലുള്ള മിസൈലുകളൊക്കെ അയക്കുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ റീസെന്റ് ആയിട്ട് വന്ന ഈ യുദ്ധത്തിൽ വന്ന ഡെവലപ്മെന്റ് ആണ് സെപ്റ്റംബർ 17-18 തീയതികൾ ഹിസ്ബുള്ളയുടെ പ്രവർത്തകർ ഉപയോഗിച്ചിരുന്ന കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആയിട്ടുള്ള പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിക്കുകയായിരുന്നു. 2024 ഫെബ്രുവരിയിലാണ് ഹസൻ നൂറുള്ള എന്ന ഹിസ്ബുള്ളയുടെ ലീഡർ മൊബൈൽ ഫോണുകളാണ് നമുക്ക് അപകടം വരുത്തുന്നത്, ഇനി മുതൽ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് പകരം വാക്കി ടോക്കികൾ ഉപയോഗിക്കാം, പേജറുകൾ ഉപയോഗിക്കാം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തായ്വാൻ ബേസ് ആയിട്ടുള്ള ഗോൾഡ് അപ്പോളോ എന്ന കമ്പനിയിൽ നിന്ന് ഇവർ പർച്ചേസ് ചെയ്തത്. എന്നാൽ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് ഇതിൽ രഹസ്യ ബോംബുകൾ, ചെറിയ ബോംബുകൾ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പൊട്ടിത്തെറിച്ച് സെപ്റ്റംബർ 17-18 തീയതികൾ വ്യാപകമായി ഇത് പൊട്ടിത്തെറിക്കുകയും ഇതിൽ 42 പേർ മരിക്കുകയും ചെയ്യുകയുണ്ടായി. സെപ്റ്റംബർ 20, 2024 ബൈറൂത്തിലെ പ്രധാനപ്പെട്ട ഒരു കെട്ടിടത്തിലേക്ക് ഇസ്രായേൽ അയച്ച മിസൈലുകൾ പൊട്ടിത്തെറിക്കുകയും 45ഓളം പേർ അതിൽ വീണ്ടും മരിക്കുന്നു. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട 2 സൈനിക കമാൻഡോസ് ഇബ്രാഹിം അഗീലും ഇബ്രാഹിം വെഹുബയും 2 പേരും ഇതിൽ മരണപ്പെടുകയാണ്. കലിയടങ്ങാതെ ഇസ്രായേൽ നോർത്ത് ആരോസ് എന്ന പേരിൽ സെപ്റ്റംബർ 23, 2024 വീണ്ടും മിസൈലുകൾ അയക്കുകയും 700ഓളം പേർ ഇതിൽ മരണപ്പെടുകയും ചെയ്തു. അതേസമയം സെപ്റ്റംബർ 27 ബൈറൂത്തിലേക്ക് അയച്ച മറ്റൊരു മിസൈൽ ഹിസ്ബുള്ളയുടെ തലവൻ സാക്ഷാൽ ഹസൻ നൂറുള്ള തന്നെ കൊല്ലപ്പെടുകയായിരുന്നു. ഈ ഓപ്പറേഷനിൽ ഇസ്രായേലിനെ സഹായിച്ചത് F-15I എന്ന് പറയുന്ന ഫൈറ്റർ വിമാനമായിരുന്നു. ഒക്ടോബർ 1, 2024 ഇസ്രായേൽ കരയുദ്ധം കൂടി ആരംഭിക്കുന്നതോടുകൂടെ ലെബനാന്റെ കാര്യം ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഹിസ്ബുള്ള, ഹമാസ്, ഇസ്രായേൽ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുമല്ലോ.